വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ഈ നിമിഷം ഓർക്കാം. പുണ്യവാൻ്റെ സന്നിധിയിൽ ആരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പുണ്യവാൻ ചൊരിഞ്ഞിട്ടുണ്ട്. നീ കരഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ വിളിച്ചാൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേയെന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഒത്തിരി പേര് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, നല്ലൊരു വീട് വയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ പരിശ്രമിക്കുന്നുണ്ട്. ഒത്തിരി തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ട്, പലവിധ രോഗങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യം, എൻ്റെ ഈ വേദന ദൈവത്തിൻ്റെ മുമ്പിൽ പറയണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സങ്കടങ്ങളുടെ നടുവിലൊക്കെയാണ് നമ്മൾ ജീവിക്കുക. പലരും പറയും, അച്ഛാ പ്രാർത്ഥിക്കണം, പട്ടണിയില്ല അച്ഛാ ജീവിക്കാൻ, ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്നലെ എന്നൊരു സഹോദരൻ രാത്രി വിളിക്കുകയുണ്ടായി. ഞാൻ ആ സഹോദരന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതാണ്. വിദേശത്തൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാനത് പ്രത്യേകമായിട്ട് അപേക്ഷ എഴുതി തന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സഹോദരൻ ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക. 4-5 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ നിയോഗം ഞാൻ പ്രത്യേകമായിട്ട് അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പ്രാർത്ഥിക്കുക. ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ട് പറയുക, ഞാൻ അച്ഛനോട് മാത്രമേ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പലരോടും പറഞ്ഞു, പല പ്രാവശ്യം പരിശ്രമിച്ചു, കിട്ടിയില്ല. പക്ഷേ അവസാനമായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഓൺലൈനിൽ ഇരുന്ന് അച്ഛൻ്റെ നൊവേനയിൽ ഞാൻ പങ്കെടുത്തു. എല്ലാ ചൊവ്വാഴ്ചയിലും ഞാൻ പങ്കെടുക്കച്ചാ. അങ്ങനെ ഞാനിപ്പോൾ വിദേശത്താണ്. ഒത്തിരി നന്ദി പറയുക. അച്ഛനത് സാക്ഷ്യമായിട്ട് നാളെ പറയണം. അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ വിളിച്ചത്. അതുപോലെ തന്നെ ഒരു മകള്, അവൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയുക, അച്ഛൻ പ്രാർത്ഥിക്കണം, കാരണം പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇന്ന് മകൾ വിദേശത്ത് ജോലി ചെയ്യുക. ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് ഒരു OET പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മകളാണ്. ആ മകൾ ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക. അവിടെ ഒരു പരീക്ഷ കൂടി ഉണ്ട്. ഇനി ആ പരീക്ഷ കൂടി പാസ്സാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ കൂടി നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടോ അനുഗ്രഹം നിരസമാക്കി കളയരുത്, അനുഗ്രഹം വേണ്ടാതാക്കി കളയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണ്ണുനീരോടെ നിൽക്ക്, ആവശ്യത്തോടെ നിൽക്ക്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മുമ്പിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി മക്കൾ പലപ്പോഴും സാക്ഷ്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു മകൾ വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് അമ്മയും മകളും വന്നിട്ട് എന്നോട് പറയുക, അച്ഛാ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യേകം നന്ദി പറയണം, വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് നന്ദി പറയണം. എന്തിനാണെന്നറിയോ? പുണ്യവാൻ്റെ സന്നിധിയിൽ ഒരു കഴിഞ്ഞ മാസമോ അതിന് മുമ്പത്തെ മാസമോ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്നതിന് ഭാഗമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ മെസ്സേജ് വരിക. നമ്മൾ ഓർക്കണം, നമ്മുടെ തടസ്സങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ മാറ്റിത്തരും. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്ര അനുഗ്രഹം പുണ്യവാൻ നമുക്ക് തരും. പുണ്യവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കൊടുക്കാം, നമ്മുടെ വേദനകൾ നമുക്ക് കൊടുക്കാം, നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് കൊടുക്കാം, ആരോടും പറയാത്ത നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃതസമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ മാധ്യമിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും
ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചുതരുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിസ്തൃതമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻമേൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പരലോക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്യ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർത്യരുടെ ആശ്വാസത്തിനായി അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിനായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചെയ്യുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥരും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഒത്തിരി ആവശ്യങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട്. പല മക്കളും അത് കത്തിലൂടെയും അപേക്ഷകളിലൂടെയൊക്കെ നമ്മളെ എഴുതി അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അപേക്ഷകൾ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് നന്ദി പറയാം. എല്ലാവിധ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി വാങ്ങിച്ചു തരും. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അച്ഛൻ ഈ നിയോഗങ്ങൾ വായിക്കുമ്പോൾ പല നിയോഗങ്ങളും പല ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാവും. അപ്പോൾ ആ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പുണ്യവാൻ സാധിച്ചു തരും. പുണ്യവാൻ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് സാധിച്ചു തരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ ഈ വായിക്കുന്ന ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇനിയും ഉണ്ട്. എല്ലാം കൂടി എടുക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ പലപ്പോഴും നിയോഗങ്ങൾ കുറച്ചാച്ച എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപേക്ഷകളാണെങ്കിൽ ഒത്തിരി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങൾ കൂടി ചേർത്ത് വയ്ക്കാം. നമ്മൾ ഈ അച്ഛനെ വായിക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നിയോഗങ്ങൾ ഇതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനും ദൈവം അനുഗ്രഹം തരും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആൻമരിയ ജോസഫ്. ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് മാസം, അച്ഛനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ നന്ദിയുടെ വാക്കുകളാണ്. ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് മാസം ആദ്യ ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി
എനിക്ക് DHA എക്സാം പാസ്സാകാൻ സാധിച്ചു. പ്രത്യേകമായിട്ട് ഓർക്കണം, നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തിക്ക് ആ നിയോഗം സാധിച്ചു കിട്ടുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വ്യക്തിയോടൊപ്പം നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ഇടയിലുണ്ട് പല മക്കളും പല പരീക്ഷകൾ എഴുതുന്നുണ്ട്. പലരും വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഇൻ്റർവ്യൂ ആണ്, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, എൻ്റെ മോള് സൗദിയിലാണ്, ഒരു പരീക്ഷ കൂടിയുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. ആ പരീക്ഷയുടെ കാര്യം കേൾക്കുമ്പോൾ ആ അമ്മ ആ മകൾക്ക് വേണ്ടി ഈ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ മകളുടെ പ്രാർത്ഥന കൂടി ദൈവം കേൾക്കും. DHA എക്സാം പാസ്സാകാൻ സാധിച്ചു. എനിക്ക് വളരെ പ്രയാസമായിരുന്നു പരീക്ഷ. വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും നാമത്തിൽ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി പേപ്പർ വർക്കുകൾ എത്രയും പെട്ടെന്ന് നീക്കണമെന്ന് ഈശോയോട് ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ എൻ്റെ ചേട്ടന് UK ജോലി കിട്ടാൻ വിഷമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് ആ മകളെയും ആ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങൾക്ക് മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെ ഞങ്ങൾക്ക് മക്കളൊന്നും ആയിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അച്ഛൻ്റെ നൊവേനയിലും അച്ഛൻ എല്ലാ ചൊവ്വാഴ്ചയിടുന്ന നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. പ്രത്യേകമായിട്ട് അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജാൻസിയും ഡേവിഡും പ്രത്യേകമായിട്ട് രണ്ടുപേരെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിലാണ് ഞാൻ. പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, പഠിച്ചതൊന്നും ഓർത്തിരിക്കുന്നില്ല. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഇത് ഓർത്ത് പ്രാർത്ഥിക്കണേ. എനിക്ക് വേണ്ടിയും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. റിൻസി എന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. റിൻസിയുടെ വിദ്വേഷം മാറുവാനും അവളുടെ പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ സുരക്ഷ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ വിരസത തോന്നാതെ എന്നും പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ റിൻസിയെയും കുടുംബത്തെയും ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിൻസ് എന്ന സഹോദരനാണ് ഇത് എഴുതിയിരിക്കുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛാ, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒരു ജോലി കിട്ടാനായിട്ട്, പക്ഷെ കിട്ടുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ തടസ്സങ്ങൾ. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അച്ഛൻ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അച്ഛൻ്റെ നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഫലമായി എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അച്ഛാ, ഇനിയും എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ ഭാര്യയായ മെറിനെ കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. OET എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് അവൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മെറിൻ്റെ സഹോദരനായ അനൂപിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും എല്ലാ വേദനകളും മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അലൻ എന്ന മകനാണത് എഴുതിയിരിക്കുക. എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കുടുംബത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട് അച്ഛാ. ആ തടസ്സങ്ങൾ മാറുവാനും കടബാധ്യത എത്രയും പെട്ടെന്ന് വീട്ടിൽ തീരുവാനും നല്ലൊരു കുടുംബജീവിതം ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ സഹോദരിയുടെ ചെവിക്ക് ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെയും ആ കുടുംബത്തെയും അവൻ്റെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി അച്ഛാ. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞായിട്ടില്ല. ഒരു കുഞ്ഞുണ്ടായത് അത് അബോർഷനായി പോയി. പ്രത്യേകമായിട്ട് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ ഓർക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ കൂടി അച്ഛൻ നൊവേനയിൽ ഓർക്കണമേ. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ലെറ്ററാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജിനുവച്ച,
നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പ്രത്യേകമായിട്ട് ഓർക്കണേ. എൻ്റെ പേര് സാജൻ സൈമൺ. ഡീറ്റെയിൽസായിട്ട് ഞാൻ എഴുതുന്നില്ല. പ്രത്യേകമായിട്ട് അച്ഛൻ നൊവേനയിൽ എൻ്റെ പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 4 വർഷം കഴിഞ്ഞു, ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. ആ കുടുംബത്തിൻ്റെ നിയോഗമാണ്. ഒത്തിരി മക്കളെന്ന് പല ആവശ്യങ്ങൾ പറയുന്നതോടൊപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പങ്കാളികൾക്ക് മക്കളില്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ളവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ളവർ. ഈ പ്രാർത്ഥനയോട് സമർപ്പിക്കുന്നതോടൊപ്പം നമ്മളും കൂടി ആ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർ ഒത്തിരിയേറെ ഡോക്ടർമാരെ കാണിച്ചു. അതിനുള്ളൊരു വലിയൊരു ലെറ്ററാണ് അത്. ഡോക്ടർമാരെ കാണിച്ചു, രക്ഷയൊന്നുമില്ല. എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ചെക്കപ്പൊന്നും ചെയ്യുമ്പോൾ യാതൊരുവിധ ഇല്ലെന്നാണ് പറയുക. പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞൊന്നും ആയിട്ടില്ല. അച്ഛൻ്റെ നൊവേനയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് കാലിന് ഇടുപ്പിൻ്റെ സൈഡിൽ നല്ലൊരു വേദനയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ്റെ കുർബാനയാണ് എല്ലാ ദിവസവും പങ്കെടുക്കുക. അച്ഛാ ഒത്തിരി നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിൽ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛാ, ഈ അപേക്ഷ ഞാൻ എഴുതുക എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ ജോർജ്, അവൻ്റെ മദ്യപാനശീലവും എല്ലാം മാറ്റം വരുവാനും കൗദാശിക ജീവിതം നയിക്കുവാനും പ്രത്യേകമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും കുർബാനയിലും സജീവമായിട്ട് പങ്കെടുക്കുവാനും അവൻ്റെ പെട്ടെന്നുള്ള ദേഷ്യം മാറുവാനും ഒക്കെയായിട്ട് അച്ഛാ പ്രത്യേകമായിട്ട് ജോർജ് എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും അസ്വസ്ഥതകൾ മാറുവാനും ബുദ്ധിമുട്ടുകൾ തീരുവാനും എന്നും സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ പലവിധ വഴക്കുകളൊക്കെ ഉണ്ട്, നമ്മുടെ ഇടയിലുമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. OET പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഒരു മകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഹസ്ബൻഡിന് മീനു എന്ന മകളാണ്, മീനു എന്നാണ് പേര്. ഹസ്ബൻഡിന് നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മോൾക്ക് എന്നും രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറുവേദനയാണ്, അത് മാറ്റപ്പെടുവാനും എൻ്റെ മകൾ നന്നായിട്ട് പഠിക്കാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്, അത് മാറാനും അച്ഛൻ പ്രത്യേകമായിട്ട് ഓർക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെയ്ജോ എന്ന മകനാണ്, ഫെൻസിയും ജെയ്ജോ, 2 മക്കൾ. എനിക്ക് 2 മക്കളുണ്ട്. എനിക്ക് രണ്ടാം വിവാഹം കുദാശ നടത്തുന്നതിനുള്ള തടസ്സം മാറുവാനും, സെക്കൻഡ് മാരേജാണ്, അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ആദ്യ ഭർത്താവിൽ നിന്നുള്ള ഉപദ്രവം മക്കൾക്കും കുടുംബത്തിനും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറുവാനും ജീവിതത്തിൽ സന്തോഷത്തോടെ ഇനി മുന്നോട്ട് പോകുവാനും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. കടബാധ്യതകൾ മാറാൻ, ജോലിക്കയറ്റം ലഭിക്കാൻ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറാൻ, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജിൻസി എന്നൊരു മകളാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛാ, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന ഒരു മകളാണ്. പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണേ. നന്നായിട്ട് പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാനും, അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട് അച്ഛാ, ആ കടബാധ്യതകൾ മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ഭാര്യയുടെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആദ്യത്തെ പ്രഗ്നൻസിയിലും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ തടസ്സങ്ങൾ മാറുവാനും എല്ലാ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാറ്റപ്പെടുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി എഴുതിയിട്ടുണ്ട്, വലിയൊരു ലെറ്ററാണ്.
അവരുടെ വീടിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും അസ്വസ്ഥതകൾ മാറാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചാച്ചനും അമ്മച്ചിക്കും വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കുടുംബത്തിന് കടബാധ്യതകൾ ഒത്തിരിയേറെ ഉണ്ട്, അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ആവശ്യങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങളുടെ മൂത്ത മകൻ ലിജോൾ ആൻ്റണി വിവാഹിതനായിട്ട് 4.5 വർഷമായി. അനീറ്റയാണ് മകൻ്റെ ജീവിത പങ്കാളി. മകനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറായും മകൻ്റെ ഭാര്യ ബ്യൂട്ടീഷ്യനുമാണ്. ഇളയ മകളെ വിവാഹം ചെയ്തയച്ചിട്ട് 5.5 വർഷമായി. ഇപ്പോൾ വീട്ടിൽ റിട്ടയർ ചെയ്ത മാതാപിതാക്കളായ ഞങ്ങളോടൊപ്പമാണ് മകനും ജീവിത പങ്കാളിയും താമസിക്കുന്നത്. 1 വർഷത്തോളം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മകൻ്റെ വിവാഹം. എങ്കിലും വിവാഹത്തോടടുത്തപ്പോൾ പെൺകുട്ടിക്ക് താല്പര്യമില്ലാതാവുകയും കല്യാണ തലേന്ന് കൈയുടെ ഞെരമ്പ് മുറിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പെണ്ണിൻ്റെ വീട്ടുകാർ മറച്ചു വെച്ചിട്ടാണ് ഈ വിവാഹം നടന്നത്. വിവാഹ ഒരുക്ക ധ്യാനം പോലും ഗൗരവത്തോടെ കൂടിയിട്ടില്ല. അതിനാൽ വിവാഹശേഷം ഈ മകൾ ഞങ്ങളുമായി മനസ്സുകൊണ്ട് ഇണങ്ങിപ്പോകാത്ത അവസ്ഥയിലാണ്. ഇതിനിടയിൽ അവർ 1.5 വർഷത്തോളം ഒരു വാടക വീട്ടിൽ പോയി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ ഓരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളുമൊക്കെയാണ് മക്കളും മരുമക്കളുമൊക്കെയായിട്ട് ഒരുമിച്ച് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. വലിയൊരു ലെറ്ററാണ്, ആവശ്യങ്ങൾ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീലം എന്നൊരു മകൾ ഇതുപോലെ തന്നെ വലിയ ലെറ്ററാണ്. വീട് ആലപ്പുഴയിലാണ്. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി. എന്നും വീട്ടിൽ പ്രശ്നമാണ് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സഹകരണമില്ല, വഴക്കുകളും ഒച്ചപ്പാടുമാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ ഓർക്കണേ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും മക്കളും നന്നായിട്ട് പഠിക്കാനും ഒരുമയിൽ പോകാനും. ഒരു മകൾ +2-ന്, ഒരു മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും മക്കൾ തമ്മിൽ ചേർച്ചയിൽ പോകാനും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ പോകാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നൊവേനയിൽ എന്നും പങ്കെടുക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അച്ഛാ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ആവശ്യങ്ങളുമായിട്ട് എഴുതിയ ഒരു ലെറ്ററാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർഷിക്കണേ. എൻ്റെ ഹസ്ബൻഡിന് ഗവൺമെൻറ് ജോലിയുടെ കാര്യം ശരിയാക്കി തരാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആയുസ്സും ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ നല്ല രീതിയിൽ വളർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, നൊവേനയിൽ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജസ്റ്റിൻ എന്നൊരു മകന് വേണ്ടിയിട്ടാണ്. ജസ്റ്റിൻ എന്ന മകൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും വിവാഹം നടക്കുവാനും വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം അമ്മച്ചിയുടെ മാനസിക അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാൻ വേണ്ടി അപ്പച്ചൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ ഔസപിതാവേ ഞങ്ങളുടെ കുടുംബത്തിന് കൂട്ടായിരിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കൊരു വീട് വയ്ക്കാനുള്ള സ്ഥലവും അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മകന് വിദേശത്ത് പോകാനൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. MCA പഠിക്കുന്ന മകന് ഡിപ്രഷനൊക്കെയാണ്. പ്രത്യേകമായിട്ട് അതിൻ്റെ ഡിപ്രഷൻ്റെ സ്റ്റേജുകളൊക്കെ മാറുവാനും നന്നായിട്ട് പഠിക്കാനും കൃപയ്ക്ക് വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. നേഹ എന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ അച്ഛ. അവൾ CEക്ക് പഠിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നേഹ എന്ന മകനെയും നേഹൽ എന്ന മകന് വേണ്ടിയും മകളുമാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു അമ്മ എഴുതിയ ലെറ്ററാണ്. ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മോളി എന്നൊരു അമ്മ എഴുതിയിരിക്കുന്നതാണ്. മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ ദൈവവിശ്വാസത്തിൽ വളരാനും നന്നായിട്ട് പഠിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിക്ക് വേണ്ടി ഒരു കുടുംബം എഴുതിയിട്ടുണ്ട്. IELTS പാസ്സാകാൻ വേണ്ടി ഒരു കുടുംബം എഴുതിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസ് മാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നുണ്ട്. കടബാധ്യതകൾ മാറാനും ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഒരു കുടുംബം, ജോസും ജെസ്സിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഒരു ജോലിക്ക് വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, ഇതുവരെ മക്കളില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത തുമ്മൽ വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്നു, അതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ചേട്ടായിയുടെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം വരുന്നുണ്ട്, അതിൻ്റെ തടസ്സങ്ങൾ മാറുവാനും ബിസിനസ്സിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷൈജോ എന്ന മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, എൻ്റെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് നൽകണേ. മക്കൾ നല്ല രീതിയിൽ വളരുവാനും കുടുംബത്തിൻ്റെ കടബാധ്യത തീരുവാനും ശാരീരിക അസ്വസ്ഥതകൾ മാറുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശുദ്ധ കുർബാനയിലും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആദ്യമത്തെ ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടും നന്ദി പറയുന്നു. പുണ്യവാനെ, എൻ്റെ ഈ നിയോഗങ്ങൾ കൂടി പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഷോൾഡറിൻ്റെ പെയിൻ, ടെന്നീസ് എൽബോ, പ്രത്യേകമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനിയൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറുവാൻ, ഹസ്ബൻഡ് നോർമലായിട്ട് പെരുമാറാൻ, എന്നും വീട്ടിൽ വഴക്കും ഒച്ചപ്പാടുമാണ്, അതിൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും വേണ്ടിയും നല്ലൊരു വീട് വയ്ക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജസ്വിൻ എന്നൊരു സഹോദരന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. പ്രത്യേകമായിട്ട് നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. IELTS പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒരു അമ്മയാണ് എഴുതിയിരിക്കുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ക്യാൻസറിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോകുന്നുണ്ട് ഈ മാസത്തിൽ. പ്രത്യേകമായിട്ട് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുവൈറ്റിൽ MOH ജോലി യാതൊരു തടസ്സവും കൂടാതെ ശരിയാക്കി തരാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. വൈഫിൻ്റെ തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട്, അത് മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ കൊച്ച് 5 വയസ്സായിട്ടും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിസയുടെ തടസ്സം മാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മകൻ പ്രത്യേകമായിട്ട് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വീട് പണിയാൻ അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബത്തിൽ എന്നും അസ്വസ്ഥതകളാണ് വെച്ചാൽ രോഗങ്ങളാണ് എല്ലാവർക്കും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആൻ്റണി, ബിജി, പ്രത്യേകമായിട്ട് അവരുടെ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫാമിലി പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ. അതിൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ബിനു എന്ന സഹോദരനാണ് അത് എഴുതിയിരിക്കുക. കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലിക്സൺ എന്നൊരു സഹോദരൻ, നാട്ടിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് അച്ഛാ. വീട്ടിലാണെങ്കിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. എന്ത് ചിന്തിച്ചിട്ടും ഒരു അസ്വസ്ഥത ലഭിക്കുന്നില്ല, എന്നും അസ്വസ്ഥതയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി ആവശ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ലിക്സനെയും ലിക്സൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷി എന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ എനിക്ക് 34 വയസ്സായി, വിവാഹം കഴിഞ്ഞിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോബിൻ എന്നൊരു മകൻ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഷിബു എന്നൊരു സഹോദരൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ജോലിയിലെ തടസ്സങ്ങൾ മാറാനും നല്ലൊരു ഭവനം പണിയുവാനും വീടിൻ്റെ അതിർത്തി തർക്കം മാറുവാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛാ എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്, അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. അതുമൂലം അച്ഛൻ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ലാസ്റ്റ് സ്റ്റേജാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിന് യാതൊരുവിധ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജോലിയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. +2 പാസ്സാകാൻ വേണ്ടി, നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചു. വിദേശത്തേക്കുള്ള വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു.
അച്ഛന് നിയോഗങ്ങൾ മാത്രം വായിച്ചു പോകുന്നത് എല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ്. അച്ഛന് നേരത്തെ വായിച്ചതാണ്, ആ നിയോഗങ്ങൾ അടിയിൽ വരച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പ്രത്യേകം ഓർത്തോർത്ത് പോകുക. ഒരു വീട് പണിയാൻ വേണ്ടി, അതിന് തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ മക്കൾ വിശുദ്ധിയിൽ വളരാനും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അച്ഛാ, പ്രത്യേകമായിട്ട് സീനി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. തെറ്റായൊരു ബന്ധത്തിൽ പെട്ടുകിടക്കുകയാണ് ആ മകളെ അനുഗ്രഹിക്കാനും എൻ്റെ മകൾ പ്രത്യേകമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നല്ല മകളായിട്ട് ജീവിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. OET പരീക്ഷ പാസ്സാകാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വീട് വയ്ക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിദേശത്തൊരു ജോലി കിട്ടാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദിയ എന്ന മകളാണ് കേട്ടോ അത് ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നെൽസൺ എന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കുടുംബ സമാധാനത്തിന് വേണ്ടി, കടബാധ്യത മാറുവാൻ വേണ്ടി. ഈ നിയോഗങ്ങൾ മുഴുവൻ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ നൊവേനയും വിശുദ്ധ കുർബാനയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആൻമരിയ, ജോസഫ് വർഗീസ്, ആൽബി, അന്ന ഉലഹന്നാൻ, എബി, ജിസ്മോൻ, സോനിച്ചൻ, കാജൽ, റോയി, സാജൻ ജോസഫ്, 3 മക്കൾ, അവരുടെ പഠനം, അവരുടെ ഭാവി, സൗദിയിൽ പരീക്ഷ എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി, ജെയ്സ് ഇമ്മാനുവേൽ, പ്രത്യേകമായിട്ട് ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ റേച്ചു എന്ന മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. വിദേശത്താണ്, ആകെ ഒരു അമ്മ മാത്രമാണ് ആ മകൾക്കുള്ളത്. ആ മകൾക്ക് നല്ലൊരു ജോലി കിട്ടുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഷിജി എന്നൊരു മകൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കളിങ്ങനെ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾ കൂടി ഈ നിമിഷം ഓർക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം തമ്പുരാൻ്റെ മുമ്പിൽ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ആവശ്യങ്ങൾ സമർപ്പിക്കാം. നമ്മൾ വായിച്ച് കേട്ട ഒത്തിരിയേറെ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ ഓർക്കാം, നമ്മുടെ രോഗങ്ങൾ ഓർക്കാം, നമ്മുടെ കഷ്ടപ്പാടുകൾ ഓർക്കാം, കടബാധ്യതകൾ ഓർക്കാം, അതിർത്തി പ്രശ്നങ്ങൾ ഓർക്കാം, വീട് വയ്ക്കാനുള്ള ആവശ്യങ്ങൾ ഓർക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ മക്കളെ ഓർക്കാം. പഠനത്തിന് വേണ്ടി ഒത്തിരി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വാഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ധന്യ ജീവിത വിശുദ്ധിക്കാ വളർത്തും താതാ പരീക്ഷ ജയത്തിനായി നിൻ തുടയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാൻ സന്താനലബ്ധിക്കായി
നിൻ മാധ്യസ്ഥം തേടുവോക്തൻ യാചന കേട്ടവരിൽ സമൃദ്ധി ചേർത്തവനേ. കുടുംബ കലഹങ്ങൾ അന്തഃഛിദ്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിലേകിടുവാൻ മൃത്യു വരിച്ചവരിൽ ജീവൻ പകർന്നവനീ ശാശ്വത മരണവീ ദേയായി തീർന്നിടായ്വാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോലീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുമനസ്സായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മാറിയോസെപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.